അള്ളാഹുവിനോടുള്ള ഹുബ്ബ് അത് ഇബാദത്തിന്റെ തഅരീഫാണ്. ഇബാദത്തിന്റെ നിർവചനം തന്നെ എന്താണ്? അങ്ങേയറ്റത്തെ ഹുബ്ബ്, അതോടുകൂടി അങ്ങേയറ്റത്തെ താഴ്മയും. അതാണ് ഇബാദത്തിന്റെ തഅരീഫ്. റബ്ബിൽ ആലമീൻ വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. മിൻ അഖ്ബാരി സലഫി സ്വാലിഹ് എന്ന കിതാബാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. ഈ കിതാബിൽ കുറേ ബാബുകൾ നമ്മൾ പല ദിവസങ്ങളായി വായിച്ചിട്ടുണ്ട്. ഖലാസിനെ കുറിച്ച്, അതുപോലെ തന്നെ അതിന് മുമ്പ് സദഖയെക്കുറിച്ചുള്ള ബാബ്, തലബുൽ ഇൽമിനെ കുറിച്ച്, സുന്നത്തിനെ കുറിച്ചൊക്കെയുള്ള ബാബുകൾ നമ്മൾ വായിച്ചു. ഇന്ന് ഇൻഷാ അല്ലാഹ് ഏതാനും അല്പം അസറുകൾ മറ്റൊരു അധ്യായത്തിൽ നിന്ന് വായിക്കുകയാണ്. മഹബ്ബത്തുല്ലാഹി അസ്സ വജല്ല വ റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുമുള്ള സ്നേഹം, അതിനെക്കുറിച്ച് മുൻഗാമികൾ പറഞ്ഞിട്ടുള്ള ചില അസറുകളാണ് ഈ അധ്യായത്തിലുള്ളത്. അൻ സഈദ് ഇബ്നു അബി സഈദ് അൽ മഖ്ബരി റഹിമഹുല്ലാഹ് ഖാല ദഖല മർവാൻ അലാ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഫീ ശക്വാഹു അല്ലദീ മാത ഫീഹി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് മർവാൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, ഷഫാഖ് അല്ലാഹ് യാ അബാ ഹുറൈറ, അല്ലയോ അബൂ ഹുറൈറ, താങ്കൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. ഫഖാല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബു ലിഖാഅക ഫഅഹിബ്ബ ലിഖാഇ. അല്ലാഹുവേ, ഞാൻ നിന്നെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് എന്നെ കണ്ടുമുട്ടാൻ നീയും ഇഷ്ടപ്പെടണേ എന്ന് അദ്ദേഹം പറയുകയാണ് ചെയ്തത്. അപ്പോൾ മരിക്കാൻ കിടക്കുമ്പോൾ രോഗം മാറട്ടെ, ആയുസ് നീണ്ടു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ച ആൾക്ക് അദ്ദേഹം മറുപടി ഇതാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് ദീർഘായുസ്സിൽ താല്പര്യമില്ല, അള്ളാഹുവിനെ കണ്ടുമുട്ടാനാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരു മനസ്സിൽ നിന്ന് എങ്ങനെ ഒരു വാക്ക് പുറത്തു വരികയുള്ളൂ. അള്ളാഹുവിനോട് ഹുബ്ബോടുകൂടി ജീവിച്ചാൽ ഇതുപോലെ മരണാസന്നനായി കിടക്കുന്ന സമയത്ത് സമാധാനമുണ്ടാകും, അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹമുണ്ടാകും. അൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല മൻ അഹബ്ബ അൻ യഅലമ അന്നഹു യുഹിബ്ബുല്ലാഹ വറസൂലഹു. നിങ്ങൾക്ക് അള്ളാഹുവിനോടും റസൂലിനോടും ഹുബ്ബുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവൻ ഫല്യൻദുർ, പരിശോധിച്ച് നോക്കട്ടെ. അപ്പോൾ അള്ളാഹുവിനോടും റസൂലിനോടും ഹുബ്ബുണ്ട് എന്ന് എല്ലാവരും വാദിക്കും. കാരണം ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന കാര്യത്തിൽ ബുദ്ധിയുള്ള മനുഷ്യന്മാരൊക്കെ ഏകോപിച്ചിട്ടുണ്ട്. പിന്നെ ബുദ്ധിയില്ലാത്ത കുറച്ച് വളരെ ചെറിയൊരു ന്യൂനപക്ഷം യുക്തിവാദികൾ എന്ന് പറയുന്ന ജാഹിലുകൾ മാത്രമാണ് ദൈവമില്ല എന്ന് പറയുന്നത്. ഇത്ര വലിയൊരു വിഡ്ഢിത്തം ഈ ലോകത്ത് വേറൊരാളും പറഞ്ഞിട്ടുണ്ടാവുകയില്ല, ഈ ലോകത്തിൻ്റെ സൃഷ്ടാവില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഖുർആനിൽ അള്ളാഹു മുശ്രിക്കുകളോടും അതുപോലെ യഹൂദികളോടും ഒക്കെ സംവദിക്കുന്നുണ്ട്, അവരുടെ വാദങ്ങൾക്ക് മറുപടി പറയുന്നുണ്ട്. കുറേ ആയത്തുകളിൽ അവർക്കുള്ള മറുപടി പറയുന്നുണ്ട്. പക്ഷേ യുക്തിവാദികളോട്, അല്ലെങ്കിൽ ഈ യുക്തിവാദികൾ എന്ന് പറയപ്പെടുന്ന അള്ളാഹു ഇല്ല എന്ന് പറയുന്ന മുൽഹിദീങ്ങളോട് അധികം സംസാരിക്കുന്നേ ഇല്ല. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നോ രണ്ടോ ആയത്തുകൾ, അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ, ചെറിയൊരായത്ത്, നിങ്ങൾ വെറുതെ ഉണ്ടായതാണോ എന്നൊരു ചോദ്യം മാത്രമേ ഉള്ളൂ അവരോട് ചോദിക്കുന്നത്. അത് മാത്രം അവരോട് ചോദിച്ചാൽ മതി, അത്രയും നിരർത്ഥകമായ വാദം. അപ്പോൾ മനുഷ്യരെല്ലാവരും ഏകോപിച്ച കാര്യമാണ് ഈ ലോകത്തിൻ്റെ സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവ് അത് എല്ലാ സിഫത്തുകളും, എല്ലാ നല്ല സിഫത്തുകളുമുള്ള ഒരുത്തനായിരിക്കും എന്നതിൽ സംശയമില്ല. കാരണം അങ്ങനെ ഒരുത്തനെ ഇത് സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ, അങ്ങനെയുള്ള ഒരാൾക്ക് ഈ ലോകം പരിപാലിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാ നല്ല ഗുണങ്ങളും സിഫാത്തുൽ കമാൽ ഉള്ളവനായിരിക്കും ഇത് സൃഷ്ടിച്ചവൻ. കാരണം ഈ ലോകത്ത് തന്നെ നമ്മൾ ഒരുപാട് ഭംഗിയുള്ള വസ്തുക്കൾ കാണുന്നുണ്ട്. നമ്മൾ കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകുന്ന, നമ്മുടെ ബോധം നഷ്ടപ്പെട്ടു പോകുന്ന അത്ര സുന്ദരമായ വസ്തുക്കളുണ്ട് ലോകത്ത്. ഇതുണ്ടാക്കിയ റബ്ബ് എത്ര ഭംഗിയുള്ളവനായിരിക്കും. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഈ ലോകത്ത് നമ്മൾ കാണുന്നുണ്ട്, സൃഷ്ടികൾ തമ്മിൽ കാണിക്കുന്ന റഹ്മത്ത്. അപ്പോൾ അള്ളാഹുത്തെ റഹ്മത്തുള്ളവനായിരിക്കും. അപ്പോൾ ഈ ലോകത്തിൻ്റെ സൃഷ്ടാവിനെ കുറിച്ച് ചിന്തിച്ചാൽ ഏതൊരാൾക്കും അവനോട് ഹുബ്ബ് തോന്നും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് അങ്ങേയറ്റത്തെ നിഷേധികളായ അമ്പിയാക്കളെ കൊല്ലാൻ വരെ ധൈര്യം കാണിച്ചിട്ടുള്ള അത്രയും സാഹസികന്മാരായിട്ടുള്ള യഹൂദികൾ അവർ വാദിച്ചിരുന്നത് നഹ്നു അബ്നാഉല്ലാഹി വ അഹിബ്ബാഉ, ഞങ്ങൾ അള്ളാഹുവിൻ്റെ മക്കളും അള്ളാഹുവിന് വളരെ പ്രിയപ്പെട്ട ആളുകളാണ് എന്നാണ് അവർ വാദിച്ചിരുന്നത്. അതുപോലെ തന്നെ മുശ്രിക്കുകൾ എല്ലാവരും അള്ളാഹുവിന് വേണ്ടപ്പെട്ടവരാണ് ഞങ്ങൾ എന്ന് വാദിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ വാദിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷെ അതിൻ്റെ തെളിവ്, ആ വാദം ശരിയാണോ അല്ലയോ എന്ന് നമുക്ക് തന്നെ സ്വയം അളന്നു നോക്കാനുള്ള ഒരു മാനദണ്ഡം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഫഇൻ കാന യുഹിബ്ബുൽ ഖുർആൻ, അവൻ ഖുർആനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഖുർആൻ കേൾക്കാൻ ആഗ്രഹം, ഖുർആൻ പഠിക്കാൻ ആഗ്രഹം, ഖുർആൻ ഹിഫ്ളാക്കാൻ താല്പര്യമുണ്ട്, അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നുണ്ട്, നമ്മുടെ മക്കളത് പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഖുർആനോട് ഒരാൾക്ക് ഹുബ്ബുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ കാര്യം ഖുർആൻ കൊണ്ട് അമൽ ചെയ്യുന്നുണ്ട്. ഖുർആനിൽ ഒരായത്ത് പഠിച്ചാൽ അതനുസരിച്ച് അമൽ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഫഇന്നഹു യുഹിബ്ബുല്ലാഹ വറസൂലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ അള്ളാഹുവിനെ റസൂലിനെ സ്നേഹിക്കുന്നുണ്ട്.
മറ്റുള്ളതൊക്കെ അവകാശവാദമാണ്, എല്ലാവരും അവകാശപ്പെടും. ഒരു കവി പറഞ്ഞതുപോലെ വകുല്ലുൻ യദ്ദഇ വസ്ലൻ ബിലൈല വലൈല ലാ തുഖിറു ലഹും ബിദാക, എല്ലാവരും ലൈലയുമായി ബന്ധമുണ്ട് എന്ന് വാദിക്കുന്നു. അറബികളുടെ സാഹിത്യ ചരിത്രത്തിൽ ഒരു സൗന്ദര്യം കൊണ്ട് അറിയപ്പെട്ട സ്ത്രീയാണ് ലൈല എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഈ പഴയ നോവലുകളിലൊക്കെ ക്ലിയോപാട്ര എന്ന് പറയുന്ന പോലെ ഒരു സാങ്കല്പിക കഥാപാത്രമാണ്. അപ്പോൾ അവളോട് ബന്ധമുണ്ട് എന്ന് എല്ലാവരും വാദിക്കുന്നു. വലൈല ലാ തുഖിറു ലഹും ബിദാക, പക്ഷെ അവളത് അംഗീകരിക്കുന്നില്ല. എല്ലാവരും വാദിക്കുന്നുണ്ടെന്ന് മാത്രം. അതുപോലെയാണ് അള്ളാഹുവിനോട് സ്നേഹമുണ്ട്, റസൂലിനോട് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞു നടക്കുന്നു. അതിൻ്റെ പേരിൽ പലതും കാട്ടിക്കൂടുന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ സ്നേഹമുണ്ടോ എന്നറിയാനുള്ള ഒരു മാനദണ്ഡമാണ് ഇൻകാന യുഹിബ്ബുൽ ഖുർആൻ ഫഇന്നഹു യുഹിബ്ബുല്ലാഹ വറസൂലഹു. അടുത്ത അസർ അന്നാഫിഅൻ റഹിമഹുല്ലാ അന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ കാനത് ലഹു ജാരിയ. ഇബ്നു ഉമറിന് ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു. ഫലമ്മ ഇസ്തദ്ദ ഉജ്ബുഹു ബിഹാ, ഈ പെണ്ണിനെ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ ആ ഇഷ്ടം കൂടിയപ്പോൾ അഅതഖഹ വസവ്വജഹ മൗലൻ ലഹു, അവളെ മോചിപ്പിച്ച് തൻ്റെ അടിമയായിരുന്ന മറ്റൊരുത്തിന് വിവാഹം ചെയ്തു കൊടുത്തു. അല്ലെങ്കിൽ മുമ്പ് അദ്ദേഹത്തിൻ്റെ അടിമയായിരുന്ന ഒരാൾ. ഈ രണ്ടർത്ഥത്തിൽ മൗല എന്ന് പറയും. നിലവിൽ നമ്മുടെ അടിമയായിട്ടുള്ള ആൾക്കും പറയും, മോചിപ്പിക്കപ്പെട്ട അടിമക്കും പറയും. അപ്പോൾ മറ്റൊരു അടിമക്ക്, മിസ്കീനായിരിക്കും എന്തായാലും, മോചിപ്പിക്കപ്പെട്ട അടിമയായാലും അല്ലെങ്കിലും മിസ്കീനായിരിക്കും, അവന് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട, പക്ഷേ സൗന്ദര്യം ഉണ്ടായിരിക്കും, അങ്ങനെയുള്ള ഒരു അടിമയെ മോചിപ്പിച്ച് കല്യാണം കഴിപ്പിച്ചു. ഖാല മുഹമ്മദ് ബിൻ യസീദ് റഹിമഹുല്ലാഹ് ഖാല ബഅ്ദുന്നാസ്, ചില ആളുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, അതായത് ഈ കഥയിൽ മറ്റൊരു വിവരം കൂടി ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഹുവ നാഫി, അതായത് നാഫി റഹിമഹുല്ലാഹ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഫവലദത് ഗുലാമൻ, അങ്ങനെ ഈ പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. ഈ അടിമ സ്ത്രീ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. ഖാല നാഫി, കഥ പറയുന്ന നാഫി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ് ഫലഖദ് റഅയ്തു അബ്ദുല്ലാഹി ഇബ്നു ഉമർ യഅഖുദു ദാലിക സബിയ്യ ഫയുഖബ്ബിലുഹു, ഈ കുട്ടിയെ എടുത്ത് അദ്ദേഹം ചുംബിക്കുമായിരുന്നു. സുമ്മ യഖൂൽ, എന്നിട്ട് പറയും വാഹൻ ലിരീഹി ഫുലാന, ഈ ഫുലാന ഈ പെണ്ണിന്റെ അതേ ഗന്ധമാണ് എന്ന് പറയും. എന്നാൽ മുമ്പ് ഇദ്ദേഹത്തിന്റെ ഭാര്യയെ പോലെയാണ് അടിമ സ്ത്രീ എന്ന് പറഞ്ഞാൽ. യാനി അൽ ജാരിയ അല്ലത്തി അതഖ്, അദ്ദേഹം മോചിപ്പിച്ച ആ പെൺകുട്ടിയുടെ ആ അടിമ സ്ത്രീയുടെ പേര് പറയുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അത്രത്തോളം ഇഷ്ടമുണ്ടായിരുന്ന ഈ അടിമയാണ് മോചിപ്പിച്ച് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് ഇഷ്ടം തോന്നിയപ്പോൾ അള്ളാഹുവിന് വേണ്ടി മോചിപ്പിച്ചു. ഇതിൻ്റെ ആശയം എന്താണ്? അള്ളാഹുവിനോടുള്ള ഹുബ്ബ്, അടിമ മോചനം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ഒരു അമലാണ്. അപ്പോൾ അതാണ് മറ്റെന്തിനേക്കാളും അദ്ദേഹം പ്രാധാന്യം കൊടുത്തത്. അനിൽ ഖാസിം ഇബ്നു മുഹമ്മദ് റഹിമഹുല്ലാഹ്, വലിയ ഇമാമാണ്, ഫഖീഹാണ് ഖാസിം ഇബ്നു മുഹമ്മദ് ഇബ്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി. അന്ന റജുലൻ മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഹബ ബസറുഹു, ഒരു സ്വഹാബിക്ക് കാഴ്ച നഷ്ടപ്പെട്ടു. ഫദഖല അലൈഹി അസ്ഹാബുഹു യഊദൂനഹു, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ സന്ദർശിച്ചു. ഫഖാല ഇന്നമാ കുൻതു ഉരീദുഹുമാ ലിഅൻദുറ ബിഹിമാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിനെ കാണാൻ വേണ്ടിയായിരുന്നു എനിക്ക് ആ കണ്ണിന്റെ ഉപയോഗം. റസൂലിനെ കാണുക എന്നുള്ളതായിരുന്നു ആ കണ്ണുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫഅമ്മ ഇദ ഖബലല്ലാഹു നബിയഹു, അല്ലാഹു തന്റെ നബിയെ മരിപ്പിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഫമാ യസുറുനി അന്നമാ ബിഹിമാ ബിളബ്യിൻ മിൻ ളിബാഇ തബാല, അദ്ദേഹം പറയാണ് ഈ രണ്ട് അന്നമാ ബിഹിമാ ഫമാ യസുറുനി അന്നമാ ബിഹിമാ ബിളബ്യിൻ മിൻ ളിബാഇ തബാല. അള്ളാഹു അലൈഹി, വാക്കിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും ഉദ്ദേശിക്കുന്നത് ഈ കണ്ണ് പിന്നെ എനിക്ക് ആവശ്യമില്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. റസൂലിനെ കാണുക എന്നതായിരുന്നു എനിക്കിഷ്ടം. അപ്പോൾ സഹാബത്ത് അള്ളാഹുവിന്റെ റസൂലിനെ അത്രയധികം സ്നേഹിച്ചിരുന്നു. ഓരോ സഹാബിമാരുടെ ജീവിതത്തിൽ കാണാം. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഠിന ശത്രുവായിരുന്നു ഞാൻ, റസൂലിനെ കൊല്ലുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം ജാഹിലിയ കാലത്ത്. പിന്നീട് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം, സ്വഹീഹ് മുസ്ലിമുൽ ഹദീസാണ്, അദ്ദേഹം മരിക്കാൻ കിടക്കുമ്പോൾ പറയുന്ന വാക്കാണ്, പിന്നെ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം റസൂലാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി. അദ്ദേഹത്തെ ഒന്ന് വർണ്ണിച്ചു തരണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് സാധിക്കുകയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബഹുമാനം കാരണം, സ്നേഹം കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് ഞാൻ നോക്കാറില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ തലതാഴ്ത്തിയായിരുന്നു ഇരിക്കാറുള്ളത്. അതുകൊണ്ട് റസൂൽ എങ്ങനെയായിരുന്നു അവിടുത്തെ മുഖമെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. അപ്പം അത്രമാത്രം അല്ലാഹുവിന്റെ റസൂലിനോട് ഹുബ്ബുള്ളവരായിരുന്നു അവർ. അൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല ലമ്മാ സഖല അൻ-നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം ബാധിച്ച് അത് കൂടുതലായപ്പോൾ ജഅല യതഗശാഹു ഫഖാലത് ഫാത്തിമ അലൈഹിസ്സലാം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയായി കിടക്കുന്ന സമയത്ത് ആയിഷ ഫാത്തിമ റളിയല്ലാഹു പറഞ്ഞു വാ ഖർബ അബാഹ്, എൻ്റെ ഉപ്പയുടെ ഒരു വിഷമം, എൻ്റെ ഉപ്പയുടെ പ്രയാസം
എന്ന് പറഞ്ഞുകൊണ്ട് ഫഖാല ലഹ ലൈസ അല അബീക കർബുൻ ബഅദൽ യൗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാൻ മരിക്കാറായിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, നിന്റെ ഉപ്പാക്ക് ഈ ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒരു വിഷമം ഉണ്ടാവുകയില്ല. അത് അവസാനത്തെ ദിവസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർസഖും ആഖിറത്തും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിട്ടുള്ള, അല്ലാഹു തആല ഉറപ്പ് കൊടുത്തിട്ടുള്ളതാണ്. ഫലമ്മ മാത, അവിടുന്ന് വഫാത്തായപ്പോൾ ഖാലത്ത്, ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ അബതാ, എൻ്റെ ഉപ്പ, അജാബ റബ്ബൻ ദഅാ, തന്നെ ക്ഷണിച്ച തന്റെ റബ്ബിന് അദ്ദേഹം ഉത്തരം ചെയ്തിരിക്കുന്നു. യാ അബതാ മിൻ ജന്നത്തിൽ ഫിർദൗസി മഅവാ, എൻ്റെ ഉപ്പ സ്വർഗത്തിലേക്കാണ്, ജന്നത്തുൽ ഫിർദൗസിലേക്കാണ് പോകുന്നത്. ഫലമ്മ ദുഫിന, അങ്ങനെ ഖബറടക്കി കഴിഞ്ഞപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറമാടി കഴിഞ്ഞപ്പോൾ, ഖാലത്ത് ഫാത്തിമ അലൈഹിസ്സലാം, ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ അനസ്, അനസ് റളിയല്ലാഹു അൻഹുവോട് പറയുകയാണ്, അത്വാബത് അൻഫുസുകും അൻ തഹ്സു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുറാബ്, അള്ളാഹുവിന്റെ റസൂലിന്റെ മുകളിൽ മണ്ണ് വാരിടാൻ നിങ്ങൾക്ക് സാധിച്ചോ എന്നവർ ചോദിച്ചു. എന്നാൽ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലേക്ക് നിങ്ങൾക്ക് മണ്ണ് വാരിടാൻ പറ്റിയത്? അത്രത്തോളം സഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുബ്ബുണ്ടായിരുന്നു എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് അറിയാം. ഫകാന സാബിത്ത് അൽ ബുനാനി റഹിമഹുല്ലാ, അദ്ദേഹം അനസ് ബിൻ മാലിക്കിന്റെ ഏറ്റവും അടുത്ത ശിഷ്യനായ താബിഈൻ, അദ്ദേഹമാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. അനസ് ബിൻ മാലിക് ഇത് പറഞ്ഞതായിട്ട് സ്വഹീഹ് ബുഖാരിയിലുള്ളതാണ്. ഖാന സാബിത്ത്, അദ്ദേഹം ഈ കഥ റിപ്പോർട്ട് ചെയ്യുമ്പോൾ, ഇദാ ഹദ്ദസ ബിഹാദൽ ഹദീസ്, ഈ ഹദീസ് ഉദ്ധരിച്ചാൽ, അഥവാ റസൂലിന്റെ വഫാത്തിന്റെ ഈ ഹദീസ്, ഫാത്തിമ ബീവി പറഞ്ഞ ഈ ഹദീസ്, ബക ഹത്ത തഖ്തലിഫ അദ്ലാഉഹു, അദ്ദേഹം കരയുമായിരുന്നു. എത്രമാത്രം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ വാരിയെല്ലുകൾ പരസ്പരം കോർത്തു പോകുന്നത് വരെ. എന്ന് പറഞ്ഞാൽ കരഞ്ഞിട്ട് ഇങ്ങനെ നെഞ്ചും മാറൊക്കെ ഇങ്ങനെ ഇളകിയിട്ട് വാരിയെല്ലുകൾ പരസ്പരം കോർത്തു പോകും എന്ന് തോന്നിപ്പോകും, അത്രമാത്രം അദ്ദേഹം കരയുമായിരുന്നു. അപ്പോൾ സ്വഹാബത്തിന്റെ ആ പാരമ്പര്യം അവർ താബിഈങ്ങൾ കൈമാറിയതാണ്. അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർക്ക് ഹുബ്ബുണ്ടായിരുന്നു. ഇത് ഒരു സുന്നത്തായ കാര്യം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഉണ്ടായാൽ നല്ലത് എന്നൊരു കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, തന്റെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും മറ്റെല്ലാ ജനങ്ങളെക്കാളും എന്നോട് ഹുബ്ബുണ്ടാകുന്നത് വരെ നിങ്ങളുടെ ഈമാൻ ശരിയാവുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ കുറ്റക്കാരാകും. സ്വന്തം മാതാപിതാക്കളെക്കാൾ അള്ളാഹുവിന്റെ റസൂലിനോട് ഹുബ്ബില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാണ്. കാരണം ഒരാൾക്ക് ഈമാൻ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട കായികയാണ്, ആ പറയപ്പെട്ട കാര്യം വാജിബായിരിക്കും. അപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനോട് മറ്റെല്ലാ മനുഷ്യരെക്കാളും സ്നേഹം ഉണ്ടാവുക എന്നുള്ളത് ഫർളാണ്, അതിന്റെ ഹുക്മ് ഫർളാണ്. അത് നമ്മൾ ചെറുപ്പം മുതലേ നമ്മുടെ മക്കളുടെ മനസ്സിൽ ഉണ്ടാക്കണം, എന്നാലേ ഇത് ഉണ്ടാവുകയുള്ളൂ. ചെറുപ്പം മുതലേ എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ മാതാപിതാക്കളോട് ഏറ്റവും കൂടുതൽ ഹുബ്ബ് തോന്നുന്നത്? നമ്മൾ ആദ്യം കാണുന്നവരെയാണ്, നമ്മുടെ ചെറുപ്പം നമ്മൾ ചെലവഴിക്കുന്നവരുടെ കൂടെയാണ്. അതുകൊണ്ടാണ് നമുക്ക് അവരൊരിക്കലും മറക്കാൻ പറ്റാത്തത്. അതുപോലെ ചെറുപ്പം മുതലേ അവരുടെ മനസ്സിൽ ഇത് പഠിപ്പിച്ചു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഥകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ, ഇത് പറഞ്ഞ് മനസ്സിലാക്കി, അതുപോലെ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ് അവരുടെ മനസ്സിൽ സ്നേഹം ഉണ്ടാക്കണം. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ വായിക്കണം, റസൂലിന്റെ സീറ പഠിക്കണം. അങ്ങനെ കൺമുന്നിൽ കാണുന്നത് പോലെ ആ രംഗങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ, ചരിത്രം പഠിച്ചാൽ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഹുബ്ബുണ്ടാകും. അതായിരുന്നു സ്വഹാബത്തിനും താബിഈങ്ങൾക്കും ഉണ്ടായിരുന്നത്. അനിൽ മുസന്ന ബിൻ സഈദ് അദ്ദിറാ റഹിമഹുല്ലാ ഖാല സമഅതു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു യഖൂൽ മാ മിൻ ലൈലത്തിൻ ഇല്ലാ വഅന അറാ ഫീഹാ ഹബീബി സുമ്മ യബ്കി. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇമാം മുഹമ്മദ് ബിൻ സഅദ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അത്തബഖാത്ത് എന്ന ചരിത്ര ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചതാണ്. അനസ് ബിൻ മാലിക് പറയുമായിരുന്നു, ഓരോ ദിവസവും ഞാൻ എൻ്റെ ഹബീബായ, എൻ്റെ പ്രിയങ്കരനായ റസൂലിനെ സ്വപ്നത്തിൽ കാണാറുണ്ട്. അത്രത്തോളം റസൂലിനോട് ഹുബ്ബുള്ളതുകൊണ്ടാണ്. ഓരോ ദിവസവും ഞാൻ റസൂലിനെ സ്വപ്നത്തിൽ കാണാറുണ്ട്. സുമ്മ യബ്കി, എന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹു കരയുമായിരുന്നു. عن عاصم بن محمد عن أبيه قال ما سمعت ابن عمر ذاكرا رسول الله صلى الله عليه وسلم إلا ابتدرت عيناه تبكيان. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് പറഞ്ഞിട്ട് കരയാത്തതായി ഞാൻ കണ്ടിട്ടില്ല. റസൂലിന്റെ പേര് പറഞ്ഞാൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കരയുമായിരുന്നു. كان الحسن إذا حدث بحديث الجذع الذي حن إليه النبي صلى الله إلى النبي صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർത്ത് കരഞ്ഞ ഈത്തപ്പനത്തടിയുടെ ഹദീസ് ഹസൻ ബസരി റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന സമയത്ത് അദ്ദേഹം ആ ഹദീസ് പറയുമ്പോഴൊക്കെ ബക്ക, അദ്ദേഹം കരയുമായിരുന്നു. ഏതാണ് ഹദീസ്? നമുക്കറിയാം, അറിയപ്പെട്ട മുതവാത്തിറായ ഹദീസാണ്, സ്വഹീഹാണെന്നതിൽ യാതൊരു സംശയവുമില്ലാത്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യകാലത്ത് ഖുത്ബ നടത്തിയിരുന്നത് ഒരു ഈത്തപ്പനത്തടിയിൽ ഊന്നി നിന്നുണ്ടായിരുന്നു. അതിൽ കൈകുത്തിയായിരിക്കാം, അല്ലെങ്കിൽ ചാരിയായിരിക്കാം. ഒരു ഈത്തപ്പനയുടെ കഷ്ണം ആയിരുന്നു പള്ളിയിലുണ്ടായിരുന്നത്. പിന്നീട് ഒരു അൻസാരിയായ സ്ത്രീ, അവരുടെ മകൻ ആശാരിയായിരുന്നു, മകനെ കൊണ്ട് ഒരു മെമ്പർ മരം കൊണ്ട് ഉണ്ടാക്കിപ്പിച്ച് അത് പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ചു. ഈ മെമ്പർ ഉണ്ടാക്കിയപ്പോൾ ഈ ഈത്തപ്പനത്തടി ഒഴിവാക്കി, അത് പള്ളിയിൽ തന്നെ കിടക്കുന്നുണ്ട്. പക്ഷെ പിന്നെ ഖുത്ബ മെമ്പറിലായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മെമ്പറിൽ ഖുത്ബ പറയാൻ പോയപ്പോൾ ഈ ഈത്തപ്പനത്തടി ഒഴിവാക്കിയപ്പോൾ അത് കരയാൻ തുടങ്ങി.
അങ്ങനെ ഒരു കുട്ടി കരയുന്നത് പോലെ ശബ്ദം അതിന് പുറത്തു വന്നു. സ്വഹാബത്തൊക്കെ കേട്ടു ആ ശബ്ദം. ഇത് മുത്തവാത്തിറായ ഹദീസാണ്, ഒരാൾക്കും നിഷേധിക്കാൻ പറ്റൂല. ലോകത്ത് ഒരു മുസ്ലിമിനും നിഷേധിക്കാൻ വകുപ്പില്ല. ഒരു കക്ഷികൾക്കും ഇത് നിഷേധിക്കാനുള്ള അവകാശമില്ല. കാരണം എല്ലാവരും ഇത്തിഫാക്കാണ്. ബിദഅത്തിന്റെ കക്ഷികൾ വരെ ഇത്തിഫാക്കാണ്, മുത്തവാത്തിറായ ഹദീസ് സ്വീകരിക്കണം. മുത്തവാത്തിറായ ഹദീസ് നിഷേധിക്കുന്ന ഒരു കക്ഷിയുമില്ല. ഒരു കക്ഷിയെന്ന് മാത്രമല്ല, മുസ്ലിം അല്ലാത്ത ആളുകൾക്ക് വരെ വിശ്വസിക്കേണ്ടി വരും. കാരണം അത്രമാത്രം കർക്കശമായ നിബന്ധനകളാണ് മുത്തവാത്തിറായ ഹദീസിനുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ലോകത്തുള്ള ഒരു ചരിത്ര രേഖയിലും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല ഇതിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ, മുത്തവാത്തിറായ ഹദീസിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ റസൂലിന്റെ നുബുവത്തിന്റെ ഒരു ദലീലാണ് യഥാർത്ഥത്തിൽ ഈ സംഭവം. കാരണം ചരിത്രം സ്വീകരിക്കാൻ, ചരിത്രത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങൾ നമ്മളിപ്പോൾ 500 വർഷം 600 വർഷം 1000 വർഷം മുമ്പൊക്കെ നടന്ന കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് സ്കൂളിലൊക്കെ. ഇതൊക്കെ എവിടുന്നാണ് കിട്ടിയത്? അതിനേക്കാളൊക്കെ 10,000 ഇരട്ടി കണിശമായ നിബന്ധനകൾ വെച്ചിട്ടാണ് ഹദീസ് സ്വീകരിക്കുന്നത്, സാധാരണ ഹദീസുകളെ സ്വീകരിക്കുന്നത്. അതിനും അപ്പുറത്താണ് മുത്തവാത്തിറായ ഹദീസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഈത്തപ്പനതാരി കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി അതിനെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ ഇത് കരച്ചിൽ നിർത്തിയെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സ്പർശനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം തൻ്റെ മേൽ തട്ടുക എന്നുള്ളത് അത് ഈ ഈത്തപ്പൻ തടിക്ക് വളരെ ഇഷ്ടമായിരുന്നു. നഷ്ടപ്പെട്ടത് ഓർത്തിട്ടാണ് കരയുന്നത്. അപ്പൊ ഈ ഹദീസ് പറഞ്ഞാൽ ഹസൻ ബസീർ റഹ്മത്തുള്ളാഹി കരയുമായിരുന്നു. വഖാല, എന്നിട്ട് പറയും, ഹാദിഹി ഖശബ, ഇതൊരു മരത്തടിയാണ്, കേവലം ഒരു മരത്തിന്റെ കഷ്ണമാണ്. തഹിന്നു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിനെ കാണാനും അതുപോലെ റസൂലിന്റെ ശബ്ദം കേൾക്കാനും റസൂലിന്റെ ശരീരത്തിൽ തൊടാനും ഒക്കെ ഈ മരത്തടിക്ക് അങ്ങേയറ്റത്തെ ആഗ്രഹമുണ്ട്. ഫഅൻതും അഹഖു അൻ തഷ്താഖു ഇലൈഹി, നിങ്ങളാണ് അതിന് കൂടുതൽ അർഹരായിട്ടുള്ളത്. നിങ്ങൾ മനുഷ്യന്മാരാണ്, സ്വഹാബത്താണ്, നിങ്ങളാണ് കൂടുതൽ അങ്ങനെ ആഗ്രഹിക്കേണ്ടത് എന്ന് ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറയുമായിരുന്നു. വഖാല ഇബ്നു അബിൽ ഹവാരി റഹിമഹുല്ലാഹ് ഖുൽതു ലി സുഫിയാൻ, സുഫിയാൻ സൗരിയോട് ഇബ്നു അബിൽ ഹവാരി റഹിമഹുല്ലാഹ് പറഞ്ഞു, ബലഗനി ഫീ ഖൗലില്ലാഹി തബാറക വതആല ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം, ഈ ആയത്ത് ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം എന്ന ആയത്തിന്റെ തഫ്സീറായിട്ട് ഈ ആയത്തിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് കേട്ടത്? അല്ലദീ യൽഖാ റബ്ബഹു വലൈസ ഫീഹി അഹദുൻ ഗൈറുഹു, ഈ ആയത്തിന്റെ തഫ്സീർ അദ്ദേഹം പറയാൻ, അല്ലദീ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ദുആയുടെ ഭാഗമായിട്ട് അല്ലാഹു തആല പറഞ്ഞതാണ്. റബ്ബി ലാ തുഖ്സിനി യൗമ യുബ്അസൂൻ, ഖിയാമത്ത് നാളിൽ എന്നെ നീ വഷളാക്കരുതേ. എന്നിട്ട് ആ ദിവസത്തിന്റെ പ്രത്യേകത എടുത്തു പറയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം, യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, സമ്പത്തോ സന്താനങ്ങളോ ഒന്നും ഉപകരിക്കുകയില്ല. കുറേ മക്കളുണ്ട്, അവർ വലിയ ഉദ്യോഗസ്ഥന്മാരാണ്, അവർ വലിയ പണക്കാരാണ്, അതൊന്നും അവിടെ ഉപകരിക്കുകയില്ല. മാലുൻ, പണം അവിടെ ഉപകരിക്കുകയില്ല. എത്ര സമ്പത്തുള്ളവനാണെങ്കിൽ അത് ഇവിടെ വെച്ച് പോകണം, ഇതൊന്നും ഒന്നും ഉപകരിക്കുകയില്ല. ഇല്ലാ മൻ അതല്ലാഹ, അന്ന് എടുക്കുന്ന നോട്ട്, അന്ന് സ്വീകരിക്കപ്പെടുന്നത് മൻ അതല്ലാഹ ബിഖൽബിൻ സലീം, ശുദ്ധമായ മനസ്സുമായി അള്ളാഹുവിന്റെ അടുക്കലെത്തിയവൻ മാത്രം. അഥവാ ഖൽബിൽ ഉള്ള സലാമത്ത്, അത് മാത്രമായിരിക്കും അന്ന് സ്വീകരിക്കപ്പെടുക. ഈ ആയത്തിന്റെ ഉദ്ദേശം ഖൽബുൻ സലീം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ തഫ്സീറായി സലഫുകൾ പറഞ്ഞതായിട്ട് ഇബ്നു അബിൽ ഹവാരി റഹിമഹുല്ലാഹ് സുഫിയാൻ സൗരിയോട് പറയുകയാണ്, ഞാൻ കേട്ടിട്ടുണ്ട് മുൻഗാമികൾ പറഞ്ഞതായിട്ട്. അഥവാ സ്വഹാബത്തായിരിക്കാം. അല്ലദീ യൽഖാ റബ്ബഹു, നല്ല മനസ്സിന്റെ ഉടമ എന്ന് പറഞ്ഞാൽ തന്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ വലൈസ ഫീഹി അഹദുൻ ഗൈറുഹു, അവന്റെ ഖൽബിൽ അള്ളാഹു അല്ലാതെ വേറെ ആരുമില്ല. അള്ളാഹുവിനെ പോലെ വേറെ ആരും സ്നേഹിക്കുന്നില്ല, അള്ളാഹുവിനെ പോലെ വേറെ ആരെയും പേടിക്കുന്നില്ല, അള്ളാഹുവിന്റെ സഹായത്തിലുള്ള പ്രതീക്ഷ ഫിഖത്ത്, അതിലപ്പുറം വേറെ ആരെയും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയുള്ളൊരു മനസ്സാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സാധാരണ ഈ ആയത്തിന്റെ വിശദീകരണമൊക്കെ പലരും പറയുന്നത് കേൾക്കാറുള്ളത്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സിൽ ചിലപ്പോഴൊക്കെ ഓടി വരാറുള്ളത് എന്താണ്? മറ്റുള്ള മനുഷ്യന്മാരുടെ അസൂയയും പകയും ഒന്നും ഇല്ലാത്ത ഒരാൾ, അത് ഈ ആയത്തിന്റെ ഭാഗം തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ വലുത് അള്ളാഹുവിനോടുള്ള ഹുബ്ബും അള്ളാഹുവിനോടുള്ള പേടിയുമൊക്കെയാണ് എന്ന് മുൻഗാമികൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഫബക സുഫിയാൻ, അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് കരയാൻ തുടങ്ങി. വഖാല മാ സമിഅതു മുൻദു 30 സന അഹ്സന മിൻ ഹാദ തഫ്സീർ, 30 വർഷമായിട്ട് ഇത്ര നല്ലൊരു തഫ്സീർ ഞാൻ കേട്ടിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ സുഫിയാൻ സൗരിയേക്കാൾ ദർജ കുറഞ്ഞ ഒരാളാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇൽമ് എന്ന് പറയുന്നത് എവിടെ നിന്നാണ് എപ്പോഴാണ് നമുക്ക് കിട്ടുകയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം ഈ നല്ലൊരു വാക്ക് തൻ്റെ ശിഷ്യനായ ഒരാളിൽ നിന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലത് തട്ടി. അദ്ദേഹം പറയാണ്, 30 വർഷമായിട്ട് ഇത്ര നല്ലൊരു തഫ്സീർ ഞാൻ കേട്ടിട്ടില്ല. വഖാല യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാഹ് മിസ്ഖാലു ഖർദലത്തിൻ മിനൽ ഹുബ്ബി അഹബ്ബു ഇലയ്യ മിൻ ഇബാദത്തി 70 സനത്തിൻ ബിലാ ഹുബ്ബ്. സുബ്ഹാനല്ലാഹ്, ഒരു കടുകുമണിയുടെ അത്രയും ഹുബ്ബ്, അള്ളാഹുവിനോടുള്ള ഹുബ്ബ്, അതാണ് 70 വർഷം അള്ളാഹുവിനോട് ഹുബ്ബില്ലാതെ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടം. കുറേ ഇബാദത്തുകൾ ചെയ്തു, മനസ്സ് തട്ടുന്നില്ല, അള്ളാഹുവിനോട് ഹുബ്ബില്ല. അങ്ങനെയുള്ള അമൽ 70 വർഷം ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒരു കടുകുമണിയുടെ അത്രയും അള്ളാഹുവിനോട് ഹുബ്ബുണ്ടാകുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അള്ളാഹുവിനോടുള്ള ഹുബ്ബ് അത് ഇബാദത്തിന്റെ തഅരീഫാണ്. ഇബാദത്തിന്റെ നിർവചനം തന്നെ എന്താണ്? അങ്ങേയറ്റത്തെ ഹുബ്ബ്
അതോടുകൂടി അങ്ങേറ്റത്തെ താഴ്മയും. അതാണ് ഇബാദത്തിന്റെ താരിഫ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് നൂനിയയിൽ പറഞ്ഞതുപോലെ വഇബാദത്തു റഹ്മാനി ഗായത്തു ഹുബ്ബിഹി മഅ ദുല്ലി ആബിദിഹി ഹുമാ ഖുത്ബാനി. വഇബാദത്തു റഹ്മാൻ, റഹ്മാനായ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഗായത്തു ഹുബ്ബിഹി, അവനോട് അങ്ങേയറ്റത്തെ സ്നേഹമുണ്ടാവുക. മഅ ദുല്ലി ആബിദിഹി, ആ ഇബാദത്ത് ചെയ്യുന്നവൻ അവനോട് താഴ്മ കാണിക്കുകയും ചെയ്യുക. ഹുമാ ഖുത്ബാനി, അത് രണ്ടും രണ്ട് അച്ചുതണ്ടുകളാണ്. ഈ സാധനം ഇബാദത്ത് നിലനിൽക്കാൻ വേണ്ട രണ്ട് തൂണുകളാണ് എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്. അപ്പൊ അങ്ങേയറ്റത്തെ സ്നേഹം അല്ലാഹുവിനോട് തോന്നുക, അങ്ങേയറ്റത്തെ താഴ്മയും തോന്നുക. ഇത് നമുക്ക് തോന്നിയാൽ ആ ചെയ്ത പ്രവൃത്തി ഇബാദത്താണ്. മറ്റു നിബന്ധനകളൊക്കെ ഓരോ അമലിനും ഉണ്ടായിരിക്കും. പൊതുവായി വേണ്ടത് ഇതാണ്. ഇപ്പൊ നമ്മൾ നമസ്കരിച്ചു, ഇത് രണ്ടും തോന്നിയിട്ടില്ല. ആ നമസ്കാരം തുടങ്ങി കഴിയുന്നത് വരെ അള്ളാഹുവിനോടൊരു ഹുബ്ബോ അള്ളാഹുവിനും ഒരു തഅളീമോ ഒരു ദില്ലത്തോ നമുക്ക് തോന്നിയിട്ടില്ലെങ്കിൽ അത് ഒരു ശരീരം മാത്രമാണ്. ഇബാദത്തിന്റെ റൂഹ് നഷ്ടപ്പെട്ടു പോയി. അപ്പൊ അങ്ങനെ നമസ്കരിക്കുന്നതും അങ്ങനെ നോമ്പ് നോൽക്കുന്നതും അതിനേക്കാൾ എനിക്കിഷ്ടം ഒരിത്തിരി ഹുബ്ബ് അള്ളാഹുവിനോട് തോന്നുന്നതാണ്. അൻ അഹ്മദ് ഇബ്നി അബിൽ ഹവാരി റഹിമഹുല്ലാഹ്, നേരത്തെ പറഞ്ഞ സുഫിയാൻ സൗരിയോട് സംസാരിച്ച വ്യക്തി, അദ്ദേഹം പറയുകയാണ് അലാമത്തു ഹുബ്ബില്ലാഹി, അള്ളാഹുവിനോടുള്ള ഹുബ്ബിനെ കുറിച്ച് ഇപ്പൊ നേരത്തെ പറഞ്ഞു. ആ ഹുബ്ബിന്റെ അടയാളം എന്താണ്? അള്ളാഹുവിനോട് ഹുബ്ബ് നമ്മുടെ മനസ്സിലുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അടയാളം നേരത്തെ നമ്മൾ പറഞ്ഞു. ഖുർആനോടുള്ള ഹുബ്ബ് അതൊരു അടയാളമാണ്. അതുപോലെയുള്ള മറ്റൊരു അടയാളമാണ് ഹുബ്ബു ത്വാഅത്തില്ലാഹ്, അള്ളാഹുവിന് ഇബാദത്തുകൾ ത്വാഅത്തുകൾ പുണ്യകർമ്മങ്ങൾ ചെയ്യുക, അതിനോട് ഹുബ്ബുണ്ടാവുക. പുണ്യകർമ്മങ്ങളെ ഇഷ്ടപ്പെടുക, സൽക്കർമ്മങ്ങൾ ഇഷ്ടപ്പെടുക, പരമാവധി നന്മകൾ ചെയ്യാൻ ശ്രമിക്കുക. ഫൈദ അഹബ്ബല്ലാഹുൽ അബ്ദ, അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ അഹബ്ബഹു വലാ യസ്തതിഉൽ അബ്ദു അൻ യുഹിബ്ബല്ലാഹ ഹത്താ യകൂന അൽ-ഇബ്തിദാഉ മിനല്ലാഹി ബിൽ ഹുബ്ബി ലഹു. അടിമ അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ വൈദ അഹബ്ബല്ലാഹുൽ അബ്ദ, അടിമയെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അഹബ്ബഹു, അടിമ അള്ളാഹുവിനെ തിരിച്ച് ഇഷ്ടപ്പെടും. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള ഹുബ്ബ് നമുക്ക് ഉണ്ടാവണമെങ്കിൽ അത് അള്ളാഹ് നൽകുന്നതാണ്. അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുമ്പോഴാണ് അള്ളാഹുവിനെ സ്നേഹിക്കാനുള്ള തൗഫീഖ് അള്ളാഹ് നൽകുന്നത്. അള്ളാഹു ഉദ്ദേശിക്കാതെ നമുക്ക് അവനെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. ഹത്താ യകൂന ഇബ്തിദാഉ മിനല്ലാഹ് ബിൽ ഹുബ്ബി ലഹു, ഒരാൾക്ക് അള്ളാഹുവിനോട് സ്നേഹം തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന്റെ തുടക്കം അള്ളാഹുവിൽ നിന്നാണ്. അള്ളാഹു അവനെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്, തിരഞ്ഞെടുത്തത് കൊണ്ടാണ്. عن إبراهيم بن علي المريدي رحمه الله قال من المحال أن تعرفه ثم لا تحبه. അള്ളാഹുവിനെ അറിയുക എന്നിട്ട് അവനെ നീ സ്നേഹിക്കാതിരിക്കുക എന്നുള്ളത് അസംഭവ്യമാണ്. ഒരാൾ അള്ളാഹുവിനെ മനസ്സിലാക്കിയാൽ, അള്ളാഹു ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ അസ്മാവും സിഫാത്തും പഠിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവൻ പിന്നെ സ്നേഹിക്കാതിരിക്കുക എന്നുള്ളത് സംഭവിക്കുകയില്ല. പല പണ്ഡിതന്മാരും പറഞ്ഞേക്കാണ്. ഇബ്നുൽ ഖയ്യിം പറഞ്ഞിട്ടുണ്ട് മൻ അഹബ്ബല്ലാഹു ബി അസ്മാഇഹി വ സിഫാതിഹി അഹബ്ബഹു ലാ മഹാല. ആരാണോ അള്ളാഹുവിനെ അറിഞ്ഞത്, അസ്മാഉ സിഫാത്തും പഠിച്ചുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കിയത്, അഹബ്ബഹു ലാ മഹാല, അവൻ അള്ളാഹുവിനെ സ്നേഹിച്ചിരിക്കും, അതിൽ തർക്കമില്ല. വമിനൽ മുഹാൽ, അതുപോലെ തന്നെ അസംഭവ്യമാണ് അൻ തുഹിബ്ബഹു സുമ്മ ലാ തദ്കുറഹു, അള്ളാഹുവിനെ നീ സ്നേഹിക്കുകയും പിന്നെ അവനെ നീ ഓർക്കാതിരിക്കുകയും ചെയ്യുക, ദിക്റില്ലാതിരിക്കുക എന്നുള്ളത് അസാധ്യമാണ്. വമിനൽ മുഹാൽ, അതുപോലെ അസാധ്യമാണ് അൻ തദ്കുറഹു സുമ്മ ലാ യൂജിദക തഅമ ദിക്രിഹി, നീ അള്ളാഹുവിനെ വേണ്ട രൂപത്തിൽ ദിക്ർ ചെയ്താൽ ആ ദിക്റിന്റെ മധുരം നിനക്ക് അനുഭവിപ്പിക്കാതിരിക്കുക എന്നുള്ളത്, അള്ളാഹു അത് തരാതിരിക്കുക എന്നുള്ളതും അസാധ്യമാണ്. വമിനൽ മുഹാലി, അതുപോലെ തന്നെ അസാധ്യമായ കാര്യമാണ്, അസംഭവ്യമാണ് അൻ യൂജിദക തഅമ ദിക്രിഹി, ദിക്റിൽ അള്ളാഹു നിനക്ക് ആസ്വാദനം നൽകുക, സുമ്മ ലാ യുശ്ഗിലക ബിഹി അമ്മാ സിവാഹു, പിന്നെ മറ്റുള്ളതിൽ നിന്നൊക്കെ വിട്ട് ഈ ദിക്റിൽ നീ മുഴുകാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരാള് അള്ളാഹുവിനുള്ള ദിക്റിൽ മുഴുകുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ആ ദിക്റിന്റെ മധുരം അവൻ അറിഞ്ഞിട്ടില്ല. ദിക്റിന്റെ മധുരം അറിഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവൻ ദിക്ർ ചെയ്യുന്നില്ല. ദിക്ർ ചെയ്യുന്നില്ലെങ്കിൽ ഒരാൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നില്ല. അള്ളാഹുവിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിനെ അവൻ മനസ്സിലാക്കിയിട്ടില്ല. അതാണ് അതിന്റെ അർത്ഥം. عن طاهر ابن إسماعيل رحمه الله عن طاهر ابن إسماعيل الرازي رحمه الله قال سمعت يحيى بن معاذ رحمه الله يقول حقيقة المحبة, യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനോടുള്ള സ്നേഹം, അതിന്റെ ഹഖീഖത്ത് എന്ന് പറഞ്ഞാൽ അല്ലാ തറ ഷൈഅൻ സിവാ മഹ്ബൂബിക്, അള്ളാഹു അല്ലാതെ മറ്റൊന്നും നീ കാണാതിരിക്കുക. അതിന്റെ ഉദ്ദേശം എന്താണ്? എല്ലാ വസ്തുവിലും അള്ളാഹു ഉണ്ട് എന്നാണോ? നഊദു ബില്ലാഹ്, അതല്ല ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നുണ്ട്. എന്താണ് അള്ളാഹുവിനെ മാത്രമേ കാണാവൂ എന്ന് പറഞ്ഞാൽ വലാ തറാ സിവാഹു ലക നാസിറൻ, നിനക്കൊരു സഹായിയായിട്ട് വേറെ ആരെയും നീ കാണാതിരിക്കുക. വലാ മുഈനൻ, ഒരു പിന്തുണയായിട്ട്. വലാ തസ്തഗ്നി ബിഗൈരിഹി അൻഹു, അള്ളാഹുവിന് പകരം മറ്റൊന്നിനെയും നീ പകരക്കാരനാക്കാതിരിക്കുക. എന്നാൽ അള്ളാഹുവിന്റെ സഹായത്തിന് പകരം ഇന്നയാളുടെ സഹായം മതി എന്ന് നീ വിചാരിക്കാതിരിക്കുക. അപ്പൊ നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും അത്താണിയായിട്ട് അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അതാണ് മഹബ്ബത്തിന്റെ ഹഖീഖത്ത്, അള്ളാഹുവിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചു എന്നതിന്റെ അടയാളം. عن الفضيل بن عياض رحمه الله قال
ഖാല ഹക്കീം മിനൽ ഹുകമ, മുൻഗാമിയായ ഒരു പണ്ഡിതൻ പറഞ്ഞതായി ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറയുകയാണ്, ഇന്നി ല അസ്തഹി മിൻ റബ്ബി, അല്ലാഹുവിനെ ഓർത്ത് ഞാൻ ലജ്ജിക്കുന്നു. എന്തിനാണ് ലജ്ജിക്കുന്നത്? അൻ അഅ്ബുദഹു റജാഅൻ ലിൽ ജന്നതി ഫഖത്ത്, സ്വർഗം ആഗ്രഹിച്ച് മാത്രം ഇബാദത്ത് ചെയ്യുന്നത് ഞാൻ ലജ്ജിക്കുന്നു. എന്താണ് കാരണം? ഫഅകൂനു മിസ്ല അജീരി സൂ ഇൻ ഉഅതിയ അമില വ ഇൻ ലം യുഅത ലം യഅമൽ, പ്രതിഫലം കിട്ടിയാൽ അമൽ ചെയ്യും, ഇല്ലെങ്കിൽ പണിയെടുക്കുകയില്ല. അങ്ങനെയുള്ളൊരു കൂലിപ്പണിക്കാരന്റെ പോലെയാകും. വലാകിൻ ഹുബ്ബുഹു യസ്തഖ്രിജു മിന്നി മാ ലാ യസ്തഖ്രിജു ഗൈറുഹു, മറിച്ച് അല്ലാഹുവിനോടുള്ള ഹുബ്ബാണ് എന്നിൽ നിന്ന് ഇബാദത്തുകളെ പുറത്തെടുക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? സൂഫികൾ സാധാരണ പറയുന്ന ഒരു വാക്കാണ്, സ്വർഗം ആഗ്രഹിച്ച് ഇബാദത്ത് ചെയ്യുന്നവർ ദറജ കുറഞ്ഞവരാണ്. അത് ശരിയല്ല. കാരണം സ്വർഗം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള അവന്റെ ദാറുൽ കറാമ, ആദരവിന്റെ കേന്ദ്രമാണ്. അതുപോലെ അമ്പിയാക്കൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വർഗം ആവശ്യപ്പെടുക, സ്വർഗം തേടുക എന്നുള്ളത് അതൊരു കുറവല്ല. നേരെ മറിച്ച് അള്ളാഹുവിനോടുള്ള ഹുബ്ബ് അത് സ്വർഗത്തേക്കാൾ വലുതാണ്. അതുപോലെ അള്ളാഹുവിന്റെ മുഖം കാണുക എന്നുള്ളത് അത് സ്വർഗത്തിലെ ഏറ്റവും വലിയ സുഖമാണ്. അത് സ്വർഗത്തിലെ ഭക്ഷണമോ മറ്റുള്ള വിഭവങ്ങളോ ഒക്കെ ലഭിക്കുന്നതിനേക്കാൾ വലുതാണ്. അതാണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശമെങ്കിൽ ഈ പറഞ്ഞത് ശരിയാണ്. അതല്ല സ്വർഗം തേടുക, സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുക എന്നുള്ളത് മോശമാണ് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കുല്ലു യുഖദു മിൻ ഖൗലിഹി വ യുറദ്ദു അലൈഹി, ആരുടെ വാക്കും സ്വീകരിക്കേണ്ടതും സ്വീകരിക്കാൻ പാടില്ലാത്തതും ഉണ്ടാകും. സലഫ് സ്വാലിഹുകളുടെ ഇജ്മാ ആണ് നമുക്ക് തെളിവ്. ഓരോ സലഫുകളും പറഞ്ഞ വാക്കുകൾ നമുക്ക് ഹുജ്ജത്തല്ല. عن أحمد بن أبي الحواري رحمه الله قال حدثنا أبو قرة قال كان بعض التابعين يقول, ചില താബിഈങ്ങൾ പറഞ്ഞതായി പ്രാർത്ഥിച്ചതായി കാണാം, അല്ലാഹുമ്മ അൻത തുഅതീനി മിൻ ഗൈരി അൻ അസ്അലക്, അല്ലാഹുവേ ഞാൻ ചോദിക്കാതെ തന്നെ നീ എനിക്ക് തരുന്നുണ്ട്. അല്ലെ, നമ്മൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് അല്ലാഹു തരുന്ന നിഅമത്തുകൾ അതിൽ ബഹുഭൂരിപക്ഷം നമ്മൾ ചോദിക്കാത്തതായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചോദിക്കാതെ തരുന്നതാണ് കൂടുതലും. ഫകൈഫ തഹ്രിമുനി വ അന അസ്അലുക്, അങ്ങനെ ഇരിക്കെ ഞാൻ ചോദിക്കുന്നത് നീ എങ്ങനെ എനിക്ക് തടയും? അപ്പൊ നീ ചോദിച്ചത് നീ എന്തായാലും തരും. അപ്പൊ പ്രാർത്ഥിക്കുമ്പോഴുള്ള ഒരു മര്യാദയാണ് അള്ളാഹുവിനെ പുകഴ്ത്തുക എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പറയണം ആമുഖമായിട്ട്, ഞാൻ ചോദിക്കാതെ തന്നെ ധാരാളം നീ എനിക്ക് നൽകുന്നവനാണ്, അതുകൊണ്ട് ഞാൻ ചോദിച്ചത് നീ തരാതിരിക്കുകയില്ല. മുമ്പ് നമ്മൾ പറഞ്ഞതാണ്, ചോദിച്ചത് തരിക എന്ന് പറഞ്ഞാൽ അത് ഉറപ്പാണ്. ദുആ ചെയ്താൽ ഉത്തരം കിട്ടിയിരിക്കും. ഇനി വിശ്വാസം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, മുസ്ലിമായ ഒരു മനുഷ്യൻ ഹറാമല്ലാത്തൊരു കാര്യം ചോദിച്ചാൽ അള്ളാഹു അത് നൽകിയിരിക്കും. എന്നിട്ട് പറഞ്ഞു 3 രൂപത്തിലായിരിക്കും, മൂന്നാലൊരു രൂപത്തിലായിരിക്കും. ഒന്നുകിൽ ആ ദുആ അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പിലാക്കും, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു മുസീബത്ത് തടയും. അതല്ലെങ്കിൽ ഈ ദുനിയാവിനേക്കാൾ നമുക്ക് ആവശ്യമുള്ള, നമ്മൾ അള്ളാഹുവിന്റെ റഹ്മത്തിന് ആവശ്യക്കാരാകുന്ന രംഗം അഥവാ മഹ്ശർ, ഖിയാമത്ത്, അവിടെ വെച്ച് അല്ലാഹു തആല അതിന് പകരം തരും. ഈ 3-4 രൂപത്തിൽ ഉത്തരം കിട്ടിയിരിക്കും. ചിലപ്പോൾ മഹ്ശറിൽ വെച്ച് നമ്മൾ വിചാരിക്കും ദുനിയാവിൽ നമ്മുടെ കുറെ ദുആക്ക് ഉത്തരം കിട്ടിയില്ലായിരുന്നെങ്കിൽ നന്നായിരുന്നെന്ന്. അപ്പോൾ ഈ 3-4 രൂപത്തിൽ ഉത്തരം കിട്ടാതിരിക്കുകയില്ല, അത് ഉറപ്പാണ്. അപ്പോൾ ഇദ്ദേഹം പറയാണ്, അല്ലാഹു ഞാൻ ചോദിച്ചത് നീ എന്തായാലും തരും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, അൻ തുസ്കിന അളമതക ഖൽബി, നിന്റെ മഹത്വം എന്റെ ഖൽബിൽ താമസിപ്പിക്കാൻ, അഥവാ നിന്നോടുള്ള തഅലീം, ബഹുമാനം എന്റെ മനസ്സിലുണ്ടാക്കാൻ. വ അൻ തസ്തഖിയനി ശർബത മിൻ കഅസി ഹുബ്ബിക്, നിന്റെ സ്നേഹം, നിന്നോടുള്ള സ്നേഹം അതിന്റെ ഒരു കപ്പ് എന്നെ കുടിപ്പിക്കാൻ, എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള കുറച്ചെങ്കിലും ഹുബ്ബ് എന്റെ മനസ്സിലുണ്ടാക്കാൻ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ അള്ളാഹുവിനോടുള്ള സ്നേഹം മനസ്സിലുണ്ടാവുക എന്നുള്ളത് വളരെ വലിയൊരു നിഅമത്താണ്, അള്ളാഹു നൽകുന്ന വലിയൊരു നിഅമത്താണ്. عن الحسين بن الحسن المروزي رحمه الله قال سمعت ابن المبارك يقول, ഇമാം ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നതായി കേട്ടു, അഹ്ലു ദുനിയ ഖറജു മിന ദുനിയ ഖബ്ല അൻ യതതഅമു അത്യബ മാ ഫീഹ, ദുനിയാവിലെ ആളുകൾ, അഥവാ ദുനിയാവിന്റെ പിറകെ നടക്കുന്ന, ദുനിയാവിന്റെ സുഖങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ആളുകൾ, അവർ ദുനിയാവിൽ നിന്ന് മരിച്ചു പോകുക എങ്ങനെയാണ്? വലം യതതഅമു അത്യബ മാ ഫീഹ, ദുനിയാവിലെ ഏറ്റവും നല്ല സുഖം അനുഭവിക്കാതെയാണ് അവർ മരിക്കുക. ഇത് വലിയൊരു വൈരുദ്ധ്യവുമാണ്, പക്ഷെ ഒരു ഹഖീഖത്താണ്, ഒരു അത്ഭുതകരമായ കാര്യമാണ്. എന്താണ്? ദുനിയാവിന്റെ പിന്നാലെ പോകുന്നവർ, അവർ ദുനിയാവിലെ തന്നെ ഏറ്റവും വലിയ സുഖം നഷ്ടപ്പെട്ടിട്ടാണ് മരിച്ചു പോകുന്നത്. എന്താണ് ദുനിയാവിലെ ഏറ്റവും വലിയ സുഖം? ഖീല ലഹു വമാ അത്യബു മാ ഫീഹ, എന്താണ് ദുനിയാവിലെ ഏറ്റവും വലിയ സുഖം? ഖാല അൽ മഅരിഫത്തു ബില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിനെ അറിയുക എന്നുള്ളതാണ്. അള്ളാഹു എങ്ങനെയുള്ളവനാണ് എന്ന് മനസ്സിലാക്കുക, തിരിച്ചറിയുക. അങ്ങനെ തിരിച്ചറിഞ്ഞാൽ പിന്നെ അള്ളാഹുവിനോട് സ്നേഹം ഉണ്ടാകും. അതാണ് ദുനിയാവിലെ ഏറ്റവും വലിയ നേട്ടം, ഏറ്റവും വലിയ ആസ്വാദനം. അൻ സ്വാലിഹ് അദ്ദഹാൻ റഹിമഹുല്ലാഹ് അന്ന ജാബിർ ഇബ്നു സൈദ് കാന ലാ യുമാകിസു ഫീ സലാസ്, ജാബിർ ഇബ്നു സൈദ് റഹിമഹുല്ലാഹ് സലഫിൽപ്പെട്ട ഒരു മഹാനാണ്. അദ്ദേഹം 3 സന്ദർഭങ്ങളിൽ വിലപേശാറില്ല. മുമാക്കസത്ത് എന്ന് പറഞ്ഞാൽ കച്ചവടം ചെയ്യുമ്പോൾ വിലപേശുന്നത്, ബാർഗൈൻ ചെയ്യുക, അദ്ദേഹം ചെയ്യാറില്ല. എപ്പോഴൊക്കെയാണ്?
അപ്പോൾ വിലപേശുക എന്നുള്ളത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. ചില പണ്ഡിതന്മാരത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. കച്ചവടം ചെയ്യുമ്പോൾ ചില സലഫുകൾ കച്ചവടം ചെയ്യുമ്പോൾ വളരെ വാശി പിടിച്ച് വിലപേശാറുള്ളതായിട്ട് കാണാം. കാരണം കച്ചവടം അള്ളാഹു അനുവദിച്ചതാണ്. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. കച്ചവടത്തിൽ ലാഭം ഉണ്ടാക്കാനുള്ള ഒരു സബബാണ് വിലപേശുക എന്നുള്ളത്. അങ്ങനെയുള്ള ചില പണ്ഡിതന്മാരെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം 3 സന്ദർഭങ്ങളിൽ വിലപേശാറേയില്ല. എപ്പോഴൊക്കെയാണ്? ഫിൽ ഖിറാഇ ഇല മക്ക, മക്കയിലേക്കുള്ള യാത്രയിൽ വാടക കൊടുക്കുന്ന സന്ദർഭത്തിൽ. ആ വാടക ഒരുപക്ഷെ വാഹനത്തിൻ്റെതാകാം, അല്ലെങ്കിൽ പിന്നെ താമസിക്കുമ്പോൾ വഴിയിൽ താമസിക്കുന്നതിനായിരിക്കാം. വഫിർ റഖബത്തി യശ്തരിഹാ ലിൽ ഇത്ഖ്, മോചിപ്പിക്കാൻ വേണ്ടി അടിമയെ വാങ്ങുമ്പോൾ, സ്വന്തം ആവശ്യത്തിന് വാങ്ങുമ്പോഴല്ല, സ്വതക്ക പിന്നെ അള്ളാഹുവിൻ്റെ വജു ഉദ്ദേശിച്ച് അടിമയെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് അടിമയെ വാങ്ങുകയാണെങ്കിൽ. വഫിൽ ഉദ്ഹിയ, അതുപോലെ ഉദ്ഹിയത്തിന് വിലപേശുകയില്ല. ഉദ്ഹിയത്തിനുള്ള മൃഗത്തെ വാങ്ങുമ്പോൾ വിലപേശുകയില്ല. ഖീല ലഹു, അദ്ദേഹത്തോട് ചോദിച്ചു. വഖാല, അദ്ദേഹം പറയുമായിരുന്നു, കാന ജാബിർ ബിൻ സയ്യിദ്, അദ്ദേഹം തന്നെ പറയും, ലാ യുമാകിസു ഫീ കുല്ലി ഷൈഇൻ യതഖറബു ബിഹി ഇലല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള കാര്യങ്ങളിൽ അദ്ദേഹം വിലപേശുമായിരുന്നില്ല എന്നാണ് ഈ കഥ പറയുന്ന വ്യക്തി പറയുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഇബാദത്തുകളായതുകൊണ്ടാണ്. ഖാല ഫുദൈൽ റഹിമഹുല്ലാഹ്, ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, തൂബ ലിമൻ ഇസ്തൗഹശ മിനൻ നാസ് വഅനിസ ബിറബ്ബിഹി, ഒരാൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഒരാൾ സന്തോഷിച്ചു കൊള്ളട്ടെ. എങ്ങനെയുള്ള ആളാണ്? ലിമൻ ഇസ്തൗഹശ മിനൻ നാസ്, ജനങ്ങളോട് വഹ്ശത്ത് തോന്നിയ ആൾ, ജനങ്ങളോട് ഇണക്കം തോന്നുന്നില്ല, ആളുകളുടെ കൂടെ ഇരിക്കാൻ വലിയ താല്പര്യമില്ല. വഅനിസ ബിറബ്ബിഹി, റബ്ബിനോട് ഇണക്കം തോന്നി. ഇബാദത്ത് ചെയ്യുമ്പോൾ ഇനിയും കുറേ സമയം ഇബാദത്ത് ചെയ്യാനുള്ള തോന്നലുണ്ട്, മടുപ്പ് വരുന്നില്ല. ജനങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ മടുപ്പ് തോന്നുന്നു. വബക അല ഖതീഅതിഹി, തൻ്റെ പാപങ്ങളോർത്ത് കരയുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരാൾക്ക് സന്തോഷ വാർത്ത. അൻ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് ഖാല ഇബ്ന ആദം അഹിബ്ബല്ലാഹ യുഹിബ്ബകല്ലാഹ്, ഹസൻ ബസ്രി പറയുകയാണ്, ആദമിന്റെ സന്താനമേ, നീ അള്ളാഹുവിനെ സ്നേഹിക്കുക, അള്ളാഹു നിന്നെ സ്നേഹിക്കും. വഅലം അന്നക ലാ തുഹിബ്ബുല്ലാഹ, നീ മനസ്സിലാക്കുക, അള്ളാഹുവിനോടുള്ള ഹുബ്ബ് നിനക്കുണ്ടാവുകയില്ല, ഹത്താ തുഹിബ്ബ തഅതഹു, പുണ്യകർമ്മങ്ങൾ നീ ഇഷ്ടപ്പെടുന്നത് വരെ. അപ്പോൾ അള്ളാഹുവിനോടുള്ള സ്നേഹം ഉണ്ടാകാനുള്ള മാർഗവും പുണ്യകർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹുവിനോട് ഹുബ്ബുണ്ട് എന്നതിന്റെ അടയാളവും അത് തന്നെയാണ്. അൻ യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാഹ് ഖാല ലൈസ ബിസാദിഖിൻ മൻ ഇദ്ദഅ മഹബ്ബത അല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിനോട് എനിക്ക് ഹുബ്ബുണ്ട് എന്നൊരാൾ വാദിച്ചാൽ അവൻ പറയുന്നത് സത്യമല്ല, അവൻ സാദിഖല്ല, സത്യസന്ധനല്ല. ഏതുവരെ? വലം യഹ്ഫദ് ഹുദൂദഹു, അള്ളാഹുവിന്റെ ഹുദൂദ്, അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ, അതിരുകൾ പാലിക്കാത്തിടത്തോളം കാലം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചില ആളുകൾ കാണാം, പ്രത്യേകിച്ച് സൂഫികൾ എന്നൊക്കെ പറയുന്ന ആൾക്കാർ, അവർ അള്ളാഹുവിനോടുള്ള ഹുബ്ബിനെ കുറിച്ചൊക്കെ കുറേ സംസാരിക്കും, അതിനെക്കുറിച്ച് പഠിപ്പിക്കും. പക്ഷേ അവൻ്റെ ദീന് അവർ കാറ്റിൽ പറത്തിയായിരിക്കും ജീവിക്കുന്നത്. ഹറാമ് ഹലാൽ എന്നുള്ള ചിന്ത അവർക്കുണ്ടാവുകയില്ല. അങ്ങനെയുള്ള ആളുകൾ അവരവകാശവാദികൾ മാത്രമാണ്. അള്ളാഹുവിനോടുള്ള ഹുബ്ബ് അവരുടെ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് ഉള്ളതല്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിനോടുള്ള ഹുബ്ബിൻ്റെ അടയാളമാണ് അള്ളാഹുവിൻ്റെ ഹുദൂദ്, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ അത് പേടിക്കുക എന്നുള്ളത്. ഖാല മുഹമ്മദ് ഇബ്നു നുഐം റഹിമഹുല്ലാഹ് ഇന്നൽ ഖൽബ അല്ലദീ യുഹിബ്ബുല്ലാഹ, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരു ഖൽബ് എങ്ങനെയായിരിക്കും? യുഹിബ്ബു തഅബ വന്നസബ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി ക്ഷീണവും വിയർപ്പും ഒക്കെ ഇഷ്ടപ്പെടും. ഇന്നഹു ലൻ യനാല ഹുബ്ബല്ലാഹി ബിറാഹ, വിശ്രമിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സ്നേഹം നേടാൻ സാധിക്കില്ല. അപ്പം അള്ളാഹുവിനോട് ഹുബ്ബുണ്ടെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് കഷ്ടപ്പെടുന്നത് ഒരാൾ ഇഷ്ടപ്പെടും. അത് നമുക്കറിയാവുന്നതാണ്. ദുനിയാവിലും ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ മാർഗത്തിൽ കുറച്ച് കഷ്ടപ്പെടുന്നത് അവർ അഭിമാനത്തോടെ ആയിരിക്കും കാണാം. അപ്പം നന്നായിട്ട് അധ്വാനിക്കുന്ന ആളുകൾ അവരവരുടെ കയ്യിലുള്ള തായമ്പൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ ചിരിക്കും. കാരണം എന്താ? അവരിഷ്ടപ്പെടുന്ന ഒരു മാർഗത്തിലാണ് അധ്വാനിച്ചിട്ടുള്ളത്. നേരെ മറിച്ച് വേറെ ആരെങ്കിലും ഒരാളെ പിടിച്ച് മർദ്ദിച്ചിട്ട് എന്തെങ്കിലും അടയാളം ഉണ്ടായാൽ അത് അഭിമാനത്തോടെ കാണിക്കില്ല. അത് നല്ല കാര്യത്തിനാണെങ്കിൽ കാണിക്കും. അടി കിട്ടിയത് നല്ലൊരു മാർഗത്തിലാണെങ്കിൽ കാണിക്കും. അപ്പോൾ ഒരാൾ ഒരു കാര്യം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അലാമത്താണ്. അത് പൊതുവായ നിയമമാണ്, ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്നതാണ്. ആ മാർഗത്തിൽ ഉണ്ടാകുന്ന വേദനയും വിഷമവും സന്തോഷമായിട്ടാണ് കാണുക. അതുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പാട് സഹിക്കുന്നത് നമ്മൾ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിനോടുള്ള ഹുബ്ബ് ആത്മാർത്ഥമാണ് എന്നതിൻ്റെ ഒരു അടയാളമാണ്. അൻ ഉർവത്തുൽ ബാരിഖി റഹിമഹുല്ലാഹ് ഖാല ഹുബ്ബുല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിനോടുള്ള ഹുബ്ബ് എന്ന് പറഞ്ഞാൽ ഹുബ്ബുൽ ഖുർആൻ വഹുബ്ബുർ റസൂൽ വഹുബ്ബുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അമലു ബിസുന്നതിഹി. അള്ളാഹുവിനോട് സ്നേഹമുണ്ട് എന്നതിൻ്റെ അടയാളമാണ് ഖുർആനോടുള്ള സ്നേഹം. കാരണം ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. അള്ളാഹുവിൻ്റെ ഒരു സിഫത്ത് അള്ളാഹു നമുക്ക് ഇറക്കി തന്നതാണ് ഖുർആൻ എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ കലാം, അള്ളാഹുമായി ബന്ധപ്പെടാനുള്ള ഒരു മാർഗം വേറെ എന്താണ് നമുക്കുള്ളത്? ഖുർആൻ അല്ലാതെ, ഖുർആൻ പിന്തുടരുക എന്നുള്ളതല്ലാതെ. അള്ളാഹു സംസാരിച്ച ആ സംസാരം നമുക്ക് അള്ളാഹു ഇറക്കി തന്നതാണ് ഖുർആൻ. അത് ഒരാൾ ഇഷ്ടപ്പെടുക, അതിനെ ചുറ്റിപ്പറ്റി ജീവിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിനോടുള്ള ഹുബ്ബിന്റെ അടയാളം.
റസൂലിനോടുള്ള ഹബ്ബിന്റെ അടയാളം സുന്നത്ത് ഇത്തിബാ ചെയ്യുക എന്നുള്ളതാണ്. കാരണം റസൂൽ ചെയ്ത ഓരോ പ്രവൃത്തികളും റസൂൽ പറഞ്ഞ വാക്കുകളും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ആത്മാർത്ഥമായി നമുക്ക് റസൂലിനോട് സ്നേഹമുണ്ട് എന്ന് നമ്മൾ വാദിക്കുക. എന്നിട്ട് നമ്മൾ ജീവിതത്തിൽ ഹദീസിന്റെ ഒരു കിതാബ് പോലും വായിച്ചിട്ടില്ല, ഒരു ഹദീസ് പോലും നമ്മുടെ മനസ്സിലില്ല, ഒരു ഹദീസും നമ്മൾ ഇത്തിബാ ചെയ്യുന്നില്ല. നമ്മൾ നമുക്ക് തോന്നിയതുപോലെ നമ്മുടെ പാരമ്പര്യമായി കിട്ടിയ അമലുകളുമായിട്ട് പോവുകയാണെങ്കിൽ റസൂലിനോട് ഹുബ്ബുണ്ടെന്ന് പറയുന്നത് എന്തർത്ഥമാണുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ, നമ്മുടെ ഉമ്മ മരിച്ചുപോയി എന്ന് വിചാരിക്കുക. അവരെഴുതി വെച്ച കുറേ രേഖകൾ നമ്മുടെ കയ്യിലുണ്ട്, കുറേ ഉപദേശങ്ങളൊക്കെ, ഡയറിയോ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചത് നമ്മുടെ കയ്യിലുണ്ട്. അതൊരാൾ ജീവിതത്തിൽ തുറന്നു നോക്കിയിട്ടില്ല. എന്നിട്ട് അവന് ഉമ്മാൻ്റെ വളരെ വേണ്ടപ്പെട്ട ആളാണ്, ഉമ്മാനോട് ഹുബ്ബുണ്ട് എന്ന് വാദിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലെയല്ലേ അള്ളാഹിന്റെ റസൂലിന്റെ കലാം, ഹദീസുകൾ നമ്മുടെ മുന്നിലുണ്ട്. ബുഖാരിയും മുസ്ലിമും ഈ പറയപ്പെട്ട കിതാബുൽ റിയാദുസ് സാലിഹീനും ഇതൊക്കെ റസൂലിന്റെ കലാമാണ്. ഇത് വായിക്കാൻ, അതിന്റെ ഭാഷ പഠിക്കാൻ, അല്ലെങ്കിൽ അത് അറിയാവുന്ന ഭാഷയിലുള്ള പരിഭാഷ വായിക്കാൻ, എന്നിട്ട് അത് അമൽ ചെയ്യാൻ അതിന് നമുക്ക് തോന്നുന്നില്ലെങ്കിൽ നമുക്ക് അള്ളാഹുവിന്റെ റസൂലിനോട് ഹുബ്ബില്ല എന്നാണ് അതിന്റെ അർത്ഥം, അല്ലെങ്കിൽ ഹുബ്ബ് കുറവാണ് എന്നതാണ് അതിന്റെ അർത്ഥം. عن مسلم بن يسار رحمه الله قال ما تلذذ المتلذذون بمثل الخلوة بمناجاة الله عز وجل. ഒരു മനുഷ്യൻ ആസ്വദിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആസ്വാദനമാണ് അള്ളാഹുവിനോടുള്ള രഹസ്യ സംസാരവുമായി, രഹസ്യ സംഭാഷണവുമായി ഒഴിഞ്ഞിരിക്കുക എന്നുള്ളത്. ഖൽവത്ത്, ഒറ്റക്ക് ആരും കാണാത്ത അവസ്ഥയിൽ നമസ്കരിച്ചുകൊണ്ടും ദുആ ചെയ്തുകൊണ്ടും അള്ളാഹുവിനോട് സംഭാഷണം നടത്തുക, അതിനേക്കാൾ വലിയൊരു ആസ്വാദനവും ഈ ലോകത്ത് ഇല്ല. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ദിവസം വായിക്കാം. والله تعالى أعلم وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.